SSC റെയിൽവേ പരീക്ഷകൾക്ക് ആവശ്യമുള്ള GKൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്സ് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തുടങ്ങുന്നത് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഏൻഷ്യൻ ഹിസ്റ്ററി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് സ്റ്റോൺ ഏജ്. അപ്പോൾ ഇതിൽ വരുന്ന കണ്ടൻസ് കൂടുതലും ഏതെങ്കിലും ഹിന്ദിക്കാരെ PDF ഒക്കെ ആയിരിക്കും. അതിനുശേഷം NCERTൻ്റെയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ടാവും. ആദ്യം ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോൺ ഏജിൽ. അതുകൊണ്ട് ആദ്യത്തെ ടോപ്പിക്കായിട്ട് എടുക്കുന്നത് സ്റ്റോൺ ഏജ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഹിസ്റ്ററി എന്ന് പറയുന്നത് മെയിനായിട്ട് മൂന്നായിട്ടാണ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗം ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് ശേഷം മെഡീവിയലിന് ശേഷം മോഡേൺ. എന്താണ് ഓരോന്ന് നോക്കാം. മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് മോഡേൺ ഹിസ്റ്ററി. അപ്പോൾ എന്ത് പറയാം, ബ്രിട്ടീഷുകാർ വന്നത്, ബ്രിട്ടീഷ് മീൻസ് യൂറോപ്യൻസ്, ഫോറിൻ ഇൻവേഷൻസ് ഒക്കെ വരുന്ന ബ്രിട്ടീഷുകാരും യൂറോപ്യൻസ്. അതിന് മുമ്പുള്ളൊരു കാലഘട്ടം എവിടത്തും വരാം. പണ്ട് ഇസ്ലാമിക് ഇൻവേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് മുതൽ ഇങ്ങോട്ടേക്കുള്ള അവസാനം ഈ ഇവിടെ നമ്മൾ ഒരു 17th സെഞ്ച്വറിയൊക്കെ 16th സെഞ്ച്വറി 17th സെഞ്ച്വറിയൊക്കെ വരുന്ന ഭാഗമാണ് മോഡേൺ ഹിസ്റ്ററി. അപ്പോൾ ഒരു റഫായിട്ട് 8th സെഞ്ച്വറി മുതൽ ഇങ്ങോട്ടേക്ക് ബ്രിട്ടീഷുകാരൊക്കെ വരുന്ന ഏകദേശം ഒരു 18th സെഞ്ച്വറി, 8th സെഞ്ച്വറി ടു 18th സെഞ്ച്വറിയാണ് മെഡീവിയൽ ഹിസ്റ്ററിക്കൽ പീരീഡ്. അതിന് മുന്നേയുള്ള ഈ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഹിസ്റ്ററിയെ മുഴുവൻ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നു. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ ഏൻഷ്യൻ ഹിസ്റ്ററി. അതായത് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസിക്കലി മൂന്നായിട്ട് തിരിക്കുന്നു: ഏൻഷ്യൻ, മെഡീവിയൽ, മോഡേൺ. ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് ഇൻവേഷൻ നടക്കുന്നത് വരെയുള്ള 8th സെഞ്ച്വറിയിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, മെഡീവിയൽ ഹിസ്റ്ററി, അതിനുശേഷം ബ്രിട്ടീഷേഴ്സും യൂറോപ്യൻസും വരുന്ന മുതൽ മോഡേൺ ഹിസ്റ്ററി. ആദ്യത്തെ ടോപ്പിക്കാണ് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി. ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന വാക്ക് തന്നെ ബേസിക്കലി റിട്ടൺ ടെക്സ്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള, അതായത് ഏതെങ്കിലും പുസ്തകത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് അനുസരിച്ചിട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്ട്സിനെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ എഴുതപ്പെട്ട രേഖകളില്ലെങ്കിൽ അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ആർക്കിയോളജിക്കലായിട്ടുള്ള കണ്ടെത്തലുകളായിരിക്കും. അത്തരത്തിലുള്ള ആ ഒരു പീരീഡാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്ററി എന്ന് പറയുന്നത് റിട്ടൺ ആയിട്ടുള്ള ടെക്സ്റ്റ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഹിസ്റ്ററിയുടെ പഠനമാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ആ ഒരു പീരീഡ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇപ്പോൾ ഇവിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രീ ഹിസ്റ്ററിയിൽ എന്തില്ല എന്ന് പറഞ്ഞു, നോ റിട്ടൺ എവിഡൻസ് എന്ന് കാണിച്ചു, പ്രീ ഹിസ്റ്ററി. അടുത്തത് പ്രോട്ടോ ഹിസ്റ്ററിയിൽ എന്താണ്, റിട്ടൺ എവിഡൻസ് ഉണ്ട്, പക്ഷേങ്കിൽ അത് നമുക്ക് ഡീകോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. റിട്ടൺ എവിഡൻസ് ബട്ട് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഹാരപ്പൻ സിവിലൈസേഷൻ, അതായത് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഏതൊക്കെ കല്ലിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ കൊത്തിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ എഴുതി വെച്ച രേഖ തന്നെയാണത്, പക്ഷേ നമുക്ക് ഡീകോഡ് ചെയ്ത് എവിഡൻസ് ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പീരീഡിനെയാണ് ഹിസ്റ്ററീൻ്റെയും പ്രീ ഹിസ്റ്ററീൻ്റെയും ഇടയിലുള്ള ഒരു പീരീഡ്. അതാണ് പ്രോട്ടോ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. കുറേ സ്ഥലത്ത് ഇത്തരത്തിലെ വാക്ക് ഉപയോഗിക്കും, പ്രോട്ടോ. ഹിസ്റ്ററീൻ്റെയും പ്രീ ഹിസ്റ്ററീൻ്റെ ഇടയിലുള്ള ഒരു പീരീഡ് പ്രോട്ടോ ഹിസ്റ്ററി. ആദ്യം ആർക്കിയോളജിക്കൽ എവിഡൻസിൻ്റെ കീഴിലുള്ള ഹിസ്റ്ററിയെ മൂന്നായിട്ട് തിരിക്കുന്നു. ഒന്നാമത്തത് സ്റ്റോൺ ഏജ്, അതായത് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല്. രണ്ടാമത്തത് കോപ്പർ, മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ മെറ്റൽ, മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറാണ്. ആ കോപ്പർ, കല്ലിൽ നിന്ന് കോപ്പർ യൂസ് ചെയ്തുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു പീരീഡ് കോപ്പർ ഏജ്. രണ്ടാമത്തത് ബ്രോൺസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു അലോയി ആണ്. അലോയി എന്ന് പറഞ്ഞാൽ ഒരു ലോഹസങ്കരം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് ലോഹങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ നല്ല ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു സങ്കരം ഉണ്ടാക്കുന്നു. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും അതുപോലെ ടിന്നും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് വരുന്ന വഴിയിൽ നമുക്ക് പഠിക്കും എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഒരു ബ്രോൺസ് ഏജായി മാറുന്നത് എന്നുള്ളത്. ഇന്ത്യയിൽ ഈ ഒരു ഭാഗത്ത് രാജസ്ഥാൻ, മധ്യപ്രദേശ് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കോപ്പറിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്.
അതുപോലെ ഇന്ത്യൻ്റെ ഈ ഒരു ഭാഗം പുറത്തേക്ക് ഇവിടെ ടിന്നിൻ്റെയും കൂടെ ഒരുപാട് ടിന്ന് ഉണ്ടാകുന്ന ഒരു സ്ഥലം. ഈ പാകിസ്ഥാൻ്റെ ഈ ഒരു ഏരിയ ഇവിടെയാണല്ലോ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടാകുന്നത്. കോപ്പറും ടിന്നും കൂടെ ചേർന്ന് ബ്രോൺസ് ഉണ്ടാകുന്നു. ആ പീരീഡ് ബ്രോൺസ് ഏജ്. സ്റ്റോൺ ഏജ്, കോപ്പർ ഏജ്, ബ്രോൺസ് ഏജ്. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്റ്റോൺ ഏജ് എന്താണ്, രണ്ടാമത് കോപ്പർ ഏജ്. അതാണ് ഇപ്പം ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ടോപ്പിക്ക്, പ്രീ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ടോപ്പിക്ക് സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് തിരിക്കുന്നു: പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളൊരു വാക്കുണ്ട് ലിത്തിക്ക്. ഈ ലിത്തിക്ക് എന്ന് പറയുന്നത് സ്റ്റോണാണ്. ലിത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോൺ, കല്ല് എന്നാണ്. പാലിയോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നോക്കാം, പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ. മീസോലിത്തിക് എന്ന് പറഞ്ഞാൽ മിഡിൽ, മീസോ മിഡിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഓർമ്മിക്കാം, മീസോലിത്തിക് എന്ന് പറഞ്ഞാൽ മിഡിൽ. നിയോലിത്തിക് ആ വാക്കിൽ തന്നെ കിട്ടും ന്യൂ സ്റ്റോൺ ഏജ്. അപ്പോൾ ഈ സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് തിരിക്കുന്നു: ഓൾഡ് സ്റ്റോൺ ഏജ്, മിഡിൽ സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഏതൊക്കെ പീരീഡിലാണ് ഈ സ്റ്റോൺ ഏജുകൾ ഉള്ളത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങ് ദൂരെ 5,00,000 BC മുതൽ ഇങ്ങ് 10,000 BC വരെ പാലിയോലിത്തിക്. അപ്പോൾ അതിനുശേഷം അവർ സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അവർ ഉപയോഗിക്കുന്ന സ്റ്റോണിൻ്റെ സ്വഭാവത്തിലും ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം വരുന്നു. അപ്പോൾ അതിന് കണക്കായിട്ട് എന്തായി, അത് പുതിയൊരു സ്റ്റോൺ ഏജായി കണക്കാക്കുന്നു. അതാണ് മിഡിൽ സ്റ്റോൺ ഏജ്. ഇത് ഒരു പർട്ടിക്കുലർ വർഷത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ അപ്പുറവും ഇപ്പുറവും അല്ല, ഒരു വലിയ പീരീഡിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഇയർ കിട്ടണമെന്നില്ല. കഴിഞ്ഞ SSC CGLൻ്റെ ക്വസ്റ്റ്യനായിട്ട് ആൻസർ കീയിൽ കാണിച്ചത് ഈ 12,000 to 10,000 BC ആണ് മിഡിൽ സ്റ്റോൺ ഏജ്. അപ്പോൾ ഇനി മുതലുള്ള എല്ലാ ടോപ്പിക്കിലും ഇതാണ് ഫൈനൽ ആൻസറായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മീസോലിത്തിക്ക് 12,000 BC to 10,000 BC. നിയോലിത്തിക്ക് അവിടുന്ന് 10,000 7,000 മുതൽ 1000 BC വരെ. 1000 BCക്ക് ശേഷം ഈ സ്റ്റോൺ ഏജ് മാറി കോപ്പർ ഏജായി. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ, ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ 10,000 BC വരെ, അടുത്ത 12 to 10 സ്റ്റോൺ ഏജിൻ്റെ മിഡിൽ ഏജ്, 1000 BC വരെ നിയോലിത്തിക്. അപ്പോൾ ഇവിടെ കുറേ ആയിട്ട് ഈ BC എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അതെന്താണെന്ന് നോക്കാം. BCൻ്റെ ഫുൾ ഫോം ബിഫോർ ക്രൈസ്റ്റ്, അതായത് യേശു ക്രിസ്തു ജനിച്ച വർഷത്തെ ബേസ് ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ പിറകിലോട്ടുള്ള വർഷങ്ങളെ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുൻപ്. ആഫ്റ്റർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിന് ശേഷമുള്ളത് AD, ആനോ ഡോമിനി. പിന്നെ ഇതെന്താണെന്നറിയില്ല, ക്രൈസ്റ്റ് എന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് മാറ്റിയിട്ടാണ് തോന്നുന്നു കോമൺ എറ. ഈ ഭാഗം നമ്മളിപ്പോൾ ഉള്ളത് കോമൺ എറ, ഇതിന് മുന്നേയുള്ള ഭാഗം BCE അഥവാ ബിഫോർ കോമൺ എറ. അപ്പോൾ ഈ BC എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം, ബിഫോർ ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റിന് മുന്നേ ഉള്ളത്. കോമൺ എറ അതിന് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ 2024 കഴിഞ്ഞാൽ 2025ആണ്, 2024 കഴിഞ്ഞാൽ അടുത്ത വർഷം 2025. അപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പീരീഡിൽ ഇപ്പോൾ ഒരു 88 കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് 89 അല്ല 87ആണ്. ഇതിങ്ങനെ കുറഞ്ഞു വരും, അതായത് 0-ലെത്തണമല്ല. അപ്പോൾ ഇങ്ങിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു തന്ന 5,00,000 BC മുതൽ 10,000 BC വരെ എന്ന് പറഞ്ഞു. അടുത്തത് 10,001 കുറഞ്ഞു വരും, 10,000 to 12,000 to 10,000, 10,000 to അല്ലെങ്കിൽ 7,000 to 1,000. അപ്പോൾ ഇവിടുത്തെ വരെയാണ് എന്ത് വരിക, ഈ കംപ്ലീറ്റ് പീരീഡും സ്റ്റോൺ ഏജായി. സ്റ്റോൺ ഏജിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു: ഓൾഡ്, മിഡിൽ, ന്യൂ. അപ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. അടുത്ത ആ 3 എണ്ണത്തിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞ പാലിയോലിത്തിക്, പാലിയോ എന്ന് പറഞ്ഞാൽ ഓൾഡ് ലിത്തിക്, അതെന്താണെന്ന് നോക്കാം. പാലിയോലിത്തിക് അഥവാ ഓൾഡ് ലിത്തിക്, ഇതിനെ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നത്. നമ്മൾ ഈ 5,00,000 മുതൽ 10,000 വരെ എന്ന് പറഞ്ഞ പാലിയോലിത്തിക്കിനെ ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുറേ സ്ഥലങ്ങൾ, അതായത് ഏതൊക്കെ സൈറ്റുകളിലാണ് എക്സ്കവേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ തെളിവ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെയൊക്കെയാണല്ലോ ഈ കൾച്ചർ ഉണ്ടായത്. അതിൻ്റെ എക്സാമ്പിൾസാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ നോക്കാം. ആദ്യം പാലിയോലിത്തിക്കിലെ ആദ്യത്തെ ലോവർ പാലിയോലിത്തിക് അഥവാ ഏർലി പാലിയോലിത്തിക്.
50,000 BC വരെ. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് 5 lakh to 10,000 എന്നല്ലേ പറഞ്ഞു. അപ്പം അതിനെ 3 സ്പ്ലിറ്റ് ചെയ്തു. 5 lakh to 50,000 BC ആദ്യത്തത്, അതാണ് ഏളി. ഇതിന് ഐസ് ഏജ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സൈറ്റുകൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തത് സോഹൻ പഞ്ചാബിൽ, ബേലൻ വാലി ഉത്തർപ്രദേശ്, ദിദ്വാന രാജസ്ഥാൻ, നെവാസ മഹാരാഷ്ട്ര, ഹൂനാസാഗി അഥവാ ഹംസി കർണാടക. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. പഹൽഗാം കാശ്മീർ, പാറ്റ്ന മഹാരാഷ്ട്ര. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളത്, പാറ്റ്ന എന്ന് പറയുന്നത് ബീഹാറിലാണ്, പക്ഷെ ഇതെന്താണ് പാറ്റ്നെ. അപ്പോൾ ഈ വെച്ചിട്ട് ഓർമ്മിക്കുക, ബീഹാറിൽ വേറൊരു സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കണം. പാറ്റ്ന എന്ന് പറയുമ്പോൾ ഞാനാദ്യം വിചാരിച്ചത് ബീഹാറാണ്. അപ്പോൾ പാറ്റ്ന ഇ ആണ്, മറ്റേത് എ ആണ്. ഈ വരുമ്പോൾ മഹാരാഷ്ട്ര എന്ന് ഓർമ്മിക്കുക. നെവാസ മഹാരാഷ്ട്ര. നെവാസ എന്ന് ഓർമ്മിക്കാൻ ഒരു നവി മുംബൈയും നെവാസിയും കണക്ട് ചെയ്ത് നോക്കുക. നെവാസ, നവി മുംബൈ, അത് മുംബൈ മഹാരാഷ്ട്രയിൽ. ബേലൻ വാലി ഉത്തർപ്രദേശ്, പിന്നൊരു സോഹൻ അഥവാ സോവൻ വാലി പഞ്ചാബ്. ഇവിടെയാണ് പാലിയോലിത്തിക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സോവൻ വാലി പഞ്ചാബ്, ഹുനാസാഗി കർണാടക, പഹൽഗാം കാശ്മീർ. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ളത് പാറ്റ്നയാണ്. ഓസ്ട്രിച്ചിൻ്റെ എവിഡൻസ് ആദ്യമായിട്ട് കിട്ടുന്നത് പാറ്റ്നെ മഹാരാഷ്ട്ര, പാറ്റ്നി മഹാരാഷ്ട്ര. അടുത്തത് മിഡിൽ പാലിയോലിത്തിക്, 5 ലക്ഷം മുതൽ 50,000 വരെ ആണെങ്കിൽ ഇവിടെ 40,000 വരെ. ഫ്ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കല്ലിങ്ങനെ മൂർച്ച കൂട്ടിയ ടൈപ്പ് കല്ലുണ്ടാവില്ല, സാധാ കാണുന്ന പോലത്തെ. ബേസ്ഡ് അപ്പോൺ ഫ്ലേക്ക് ടെക്നോളജി. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒക്കുപ്പേഷൻ എന്താണ്? ഹണ്ടിങ്, ഫുഡ് ഗാദറിങ്. അതായത് കൃഷി തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. ഹണ്ടിങ്ങും ഫുഡ് ഗാദറിങ്ങുമാണ് പാലിയോലിത്തിക് പീരീഡിൽ. അടുത്തത് അപ്പർ പാലിയോലിത്തിക്, നമ്മൾ പറഞ്ഞ അവസാനത്തെ 10,000 BC വരെ. ഇറ്റ് കോയിൻസൈഡഡ് വിത്ത് ദ ലാസ്റ്റ് ഫേസ് ഓഫ് പ്ലേസ്റ്റോസീൻ. അതായത് ഭൂമി ഉണ്ടായി വരുന്ന ഓരോ പീരീഡിലുണ്ടല്ലോ, അപ്പോൾ അതിൽ 4th ഫേസിൽ ഉൾക്കൊള്ളുന്ന പ്ലേസ്റ്റോസീനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇവിടെ അപ്പിയറൻസ് ഓഫ് ഹോമോസാപ്പിയൻസ്, നമ്മളൊരു മനുഷ്യൻ്റെ ഉത്ഭവത്തിനെ പറ്റി പറയുന്ന മറ്റേ ഒരു ചിത്രം ഉണ്ടായിരുന്നില്ല. ആദ്യം ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നു, പിന്നെ നിവർന്ന് നിൽക്കുന്നു, പിന്നെ നിവർന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഈ ഓരോ ഹോമോ ഇറക്റ്റസ്, ഹോമോ നിയാൻഡർതാൽസ്. അപ്പോൾ ഈ ഹോമോ ഇറക്റ്റസ് ഒക്കെയാണ് തീ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ പീരീഡിൽ ഹോമോസാപ്പിയൻസ്, മോഡേൺ മാൻ ഉണ്ടാകുന്ന ആ ഒരു പീരീഡാണ് അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈറ്റിൻ്റെ പേര് ഏത് പീരീഡിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഭീംബേട്ക എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലുള്ള ഒരു ഭാഗമാണ്. അവിടുത്തെ ഇമ്പോർട്ടൻസ്, അവിടുത്തെ ഇവരെല്ലാം താമസിക്കുക എവിടെയായിരിക്കും? റോക്കിൻ്റെയൊക്കെ ഇടയിൽ, അതായത് പാറകൾക്കിടയിലല്ലേ താമസിക്കുക. അപ്പോൾ അവിടുത്തെ പെയിൻറ്റിങ്സ്, ഭീംബേട്കയിലെ പെയിൻറ്റിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെ ഭീംബേട്ക ഏത് ഫേസിൽ ഉൾക്കൊള്ളുന്നതാണ്? അപ്പോൾ പാലിയോലിത്തിക്. കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പർ പാലിയോലിത്തിക്കിൽ ഉൾക്കൊള്ളുന്നതാണ്. പ്രധാനപ്പെട്ട സൈറ്റുകൾ നേരത്തെ നോക്കി തന്നെ, സോഹൻ വാലി പഞ്ചാബ്, ബേലൻ വാലി UP, ഭീംബേട്ക മധ്യപ്രദേശ്, ഹുൻസാഗി അഥവാ ഹൻസ്ഗി കർണാടക. അടുത്ത പാലിയോലിത്തിക്കിന് ശേഷം മിഡിൽ സ്റ്റോൺ ഏജ് അഥവാ മീസോലിത്തിക്. ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. മീസോലിത്തിക്കിൽ അഥവാ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മിഡിൽ സ്റ്റോണ്, ലേറ്റ് സ്റ്റോൺ ഏജ്. ആ പീരീഡ് 8000 BC to 4000 BC. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 to 10, അതാണ് SSCൻ്റെ ആൻസർ കീയിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. 12 to 10 മീസോലിത്തിക്. പാലിയോലിത്തിക്കിനും നിയോലിത്തിക്കിനും ഇടയിലുള്ള ഫേസാണ് മീസോലിത്തിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ക്ലൈമറ്റിൽ വ്യത്യാസം വന്നു, ഇൻക്രീസ്ഡ് ഫ്ലോറ ആൻഡ് ഫോണ. ഇതെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി? അതായത് ഇപ്പോൾ ഈ പറയുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും ഒരുപാട് പഴയതാണ്. അതായത് ഭൂമി മൊത്തം ഐസായി നിൽക്കുന്ന ഒരു സമയത്തിനൊക്കെയാണ് പാലിയോലിത്തിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് മാറ്റം വന്നു തുടങ്ങി. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ചെടികൾ, മൃഗങ്ങൾ,
ഇതിലൊക്കെ വലിയ രീതിയിൽ മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പീരീഡ് അതാണ് മീസോലിത്തിക്, ആ ട്രാൻസിഷൻ ഫേസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നിൻ്റെയും സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള സൈറ്റുകൾ. ലഗ്നാഞ്ച് ഗുജറാത്ത്, ഭീംബേഡ്ക രണ്ടിലും ഉണ്ട്, മധ്യപ്രദേശ് ഭോപ്പാലിനടുത്തുള്ള ഇവിടുത്തെ കേവ് പെയിൻറ്റിങ്സ് മീസോലിത്തിക്കിലും ഉണ്ട്, ഇനിയും വരുന്നുണ്ട്. ചോപ്പനി മണ്ടോ UP, ബാഗോർ രാജസ്ഥാൻ, പ്രൊവൈഡ്സ് ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. അപ്പോൾ ഇത് ഒരു മീസോലിത്തിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വന്നു. എന്ത് അപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞതിൽ എന്തുണ്ട്, പാലിയോലിത്തിക്കിൽ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ പാലിയോലിത്തിക്കിൽ എന്തുണ്ട്, ഇവിടെ ഐസേജ് ആണെന്ന് പറഞ്ഞു, ഫ്ലേക്ക് ടെക്നോളജി യൂസ് ചെയ്തു, ഇവിടെ ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ് ആണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നത് പിന്നെ ലോവർ പാലിയോലിത്തിക്കിൽ നിന്ന് മിഡിൽ പാലിയോലിത്തിക്കിലേക്ക് വരുമ്പോഴേക്ക് ഉപയോഗിക്കുന്ന സ്റ്റോണിൻ്റെ സ്വഭാവം മാറി, കുറച്ചുകൂടി മൂർച്ചയിലെ സ്റ്റോണുകൾ തിരഞ്ഞെടുത്ത് എടുക്കാൻ തുടങ്ങി. അതായത് അവർ ബ്രെയിൻ കുറച്ചും കൂടെ വളരെയെന്ന്, ഇപ്പോൾ കുറച്ചും കൂടെ ഫ്ലേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ, നമ്മളെ ചിത്രത്തിലും കാണുന്ന ഒരു ടൈപ്പ് കല്ലില്ലേ, അപ്പോൾ ഫ്ലേക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി നാച്ചുറലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ വരുന്നൊരു മാറ്റമാണ് മീസോലിത്തിക്കിലേക്ക് വരുമ്പോഴേക്ക് ഇവിടുത്തെ ക്ലൈമറ്റിൽ ചേഞ്ച് വന്നു. അവർ ഹണ്ടേഴ്സ് ആകുമ്പോൾ അവരെ കൂടെ നമ്മളിപ്പം മൃഗങ്ങളാണ് പട്ടീനൊക്കെ വളർത്തുന്നത് പോലെ ആനിമൽസിനെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് മിഡിൽ സ്റ്റോൺ ഏജിൽ ആനിമൽസിനെ അവരെ കൂടെ വളർത്താൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അത് മനസ്സിലായത് ബാഗോർ രാജസ്ഥാനിൽ. അടുത്തൊരു സൈറ്റ് സാങ്കനകല്ലു കർണാടക, ഇമ്പോർട്ടൻ്റ്. തൂത്തിക്കോറിൻ തൂത്തുക്കുടിയാന്ന് തോന്നുന്നു, തമിഴ്നാട്. തൂത്തിക്കോറിൻ ആഡംഗർ മധ്യപ്രദേശ്. അപ്പോൾ മൈക്രോലിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകൾ, മൈക്രോലിത്ത്സ്. അപ്പോൾ അതാണ് മിഡിൽ സ്റ്റോണേജ്. ഇമ്പോർട്ടൻ്റ് അവിടുത്തെ ടൈം പീരീഡ് 12,000 BC to 10,000 BC. അടുത്തത് മൂന്നാമത്തത് പാലിയോലിത്തിക്, മീസോലിത്തിക്, അവസാനത്തത് സ്റ്റോൺ ഏജിലെ അവസാനത്തത് നിയോലിത്തിക് അഥവാ ന്യൂ സ്റ്റോൺ ഏജ്. നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞവർ മുഴുവൻ ഹണ്ടേഴ്സാണ്, ഗ്യാദേഴ്സാണ്, ഫുഡ് ഗ്യാദർ, എവിടെയെങ്കിലും പോവുക, ഹണ്ട് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. ഇവിടെ എത്തുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു, അവർ അഗ്രികൾച്ചറിലേക്ക് കൃഷി സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് വേണം, കൃഷി ചെയ്തത് സ്റ്റോർ ചെയ്യാൻ പോട്രി ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എക്സ്കവേഷൻ നടത്തുമ്പോൾ പോട്രി ഒക്കെ കിട്ടുമ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതിന് നിയോലിത്തിക് പീരീഡിൽ ഉൾക്കൊള്ളുന്നതാണ്. പോട്രീസ് വന്നു തുടങ്ങി, അധികമായിട്ട് വരുന്ന ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ പോട്രീൻ്റെ ഒരു പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് റെഡ് പോട്രി. നേരത്തെ പറഞ്ഞ ഭീംബേഡ്ക, റോക്ക് പെയിൻറ്റിങ്സ് ഓഫ് ഹ്യൂമൻസ്, ബേർഡ്സ്, ആനിമൽസ്. അപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് അവരുടെ സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് ഓരോരാളുടെ പേരിൽ ഓൺ ചെയ്യാൻ തുടങ്ങി. നിയോലിത്തിക് സ്വന്തം ഒരാളുടെ പേരിലല്ല, ഓൺഡ് പ്രോപ്പർട്ടീസ് വന്നു തുടങ്ങി, നിയോലിത്തിക് സ്റ്റേജ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് സൈറ്റുകൾ തന്നെയാണ്. നിയോലിത്തിക്കിൻ്റെ പ്രധാനപ്പെട്ട സൈറ്റുകൾ നോക്കാം. മെഹർഗർ ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ്റെ ഭാഗത്ത്. അപ്പോൾ അവിടുത്തെ ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക, എവിഡൻസ് ഓഫ് ഹൗസസ് ക്രോപ്സ് ലൈക്ക് വീറ്റ്, കോട്ടൺ, ബാർലി. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, ആദ്യമായിട്ട് വീറ്റ്, കോട്ടൺ അതായത് ഗോതമ്പ്, കോട്ടൺ ഒക്കെ തെളിവുകൾ കിട്ടിയത് ഏത് ഭാഗത്തു നിന്നാണ്. അപ്പോൾ മെഹർഗർ എന്നും പഠിക്കണം, നിയോലിത്തിക് എന്നും പഠിക്കണം. മെഹർഗർ ബലൂചിസ്ഥാൻ ഭാഗം, പാകിസ്ഥാൻ്റെ ആ ഒരു ഏരിയ. വീറ്റ്, കോട്ടൺ അതിൻ്റെയൊക്കെ തെളിവുകൾ കിട്ടി. നമ്മുടെ കാശ്മീർ വാലിയിൽ ബുർസാഹോം. ബുർസാഹോമിൻ്റെ പ്രത്യേകത, ബുർസാഹോം എന്നാണ് നേരത്തെ പറഞ്ഞു. നിയോലിത്തിക് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, മനുഷ്യൻ പിന്നെ മരിച്ച ശേഷം ബെറി ചെയ്യുമല്ല, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാവും, അതിൻ്റെ പട്ടീനെയും കൂടെ ബെറി ചെയ്യും. ഡൊമസ്റ്റിക് ഡോഗ്സ് വെർ ബെറീഡ് വിത്ത് ദെയർ മാസ്റ്റേഴ്സ്, സ്കെൽട്ടൺ എവിഡൻസ്. അപ്പോൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ പട്ടീൻ്റെയും സ്കെൽട്ടൺ ഉണ്ടാവും. അപ്പോൾ അത് ഇവിടുന്ന് കിട്ടിയത് ബുർസാഹോം. അപ്പോൾ അത് ഓർമ്മിച്ച് നോക്കുക, ബുർസാഹോമിൽ ഡൊമസ്റ്റിക് ഡോഗ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ബൗ ബൗ, ഡോഗ് എന്ന് പറയുമ്പോൾ ബൗ ബൗ, ബുർസാഹോം ബൗ ബൗ, ബുർസാഹോം ബൗ ബൗ. ഡൊമസ്റ്റിക് ഡോഗ്സ് വെർ ബെറീഡ് വിത്ത് മാസ്റ്റേഴ്സ്, ബൗ ബൗ, ബുർസാഹോം. അടുത്തത്, അപ്പോൾ ഇവർ ഹൗസിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തത് എന്താ അതിൻ്റെ പ്രത്യേകത, ഒരു മണ്ണിൻ്റെ കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കും.
പീപ്പിൾ ലിവ്ഡ് ഓൺ എ ലേക്ക് സൈഡ് ഇൻ പിറ്റ്സ്. പിറ്റ് എന്ന് പറയുന്നത് കുഴിയെന്നാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് നിയോലിത്തിക് സൈറ്റിലെ ബുർസ ഹോം എവിടെയാണ് വരുന്നത്? കാശ്മീർ വാലിയിൽ. അവിടെ ആളുകൾ താമസിക്കുന്നത്. ഗുഫ്ക്രൽ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഗുഫ്ക്രൽ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് കേവ് ഓഫ് പോട്ടേഴ്സ്. പോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പാത്രങ്ങളില്ലേ, മണ്ണിൻ്റെ പാത്രങ്ങൾ, അത് ബന്ധപ്പെട്ടാണ് പോട്ടർ. ഗുഫ്ക്രൽ അറിയപ്പെടുന്നത് കേവ് ഓഫ് പോട്ടേഴ്സ്. അപ്പോൾ ഇതൊരു എക്സാമിന് പോയിന്റ് ആയിട്ട് വരും. കേവ് ഓഫ് പോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഗുഫ്ക്രൽ വരും. എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ, സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണോ തെറ്റാണോ എന്ന് വരും. അപ്പോൾ ശ്രീനഗർ ഭാഗത്ത് കാശ്മീർ വാലിയിൽ. അടുത്തത് ബീഹാറിലെ ചിരാന്ത്. അവിടുത്തെ പ്രത്യേകത ബോൺ ടൂൾസ്. അതായത് നമ്മളിപ്പോൾ പാലിയോലിത്തിക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ടൂളുകൾ മിനുസപ്പെടുത്തിയ കല്ലുകളാണ്. നിയോലിത്തിക്കിലേക്കുള്ള വ്യത്യാസം എന്താണ്? മിനുസപ്പെടുത്തിയ കല്ലുകൾ. അപ്പോൾ അതുപോലെ നമ്മളെ മൃഗങ്ങളെയും മനുഷ്യൻ്റെയും ഒക്കെ ബോൺസ്, കട്ടിയുള്ള ബോൺസിനെ ഷെയ്പ്പ് ചെയ്തിട്ട് അത് ടൂളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയത് ചിരാന്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്, ബീഹാർ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓർമ്മിക്കേണ്ടത് ബീഹാറിൻ്റെ ക്യാപിറ്റൽ പാറ്റ്നയാണ്. പക്ഷെങ്കിൽ പാറ്റ്നി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. PATNE വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ബീഹാറിലെ നിയോലിത്തിക് സൈറ്റാണ് ചിരാന്ത്. അവിടെ നിന്നാണ് ബോൺ ടൂൾസ് കിട്ടിയത്. നേരത്തെ പറഞ്ഞ കർണാടകയിലെ സംഗനകല്ലു, ബ്രഹ്മഗിരി, മാസ്കി, പിക്കിൽ ഹല്ലൂർ ഇമ്പോർട്ടൻ്റ് ആണ്. മില്ലറ്റ് കൾട്ടിവേഷൻ നടത്തിയതിൻ്റെ തെളിവ് കിട്ടിയത് ഹല്ലൂർ എന്നാണ്. ഹല്ലൂർ എന്ന് പറയുമ്പോൾ കർണാടക. ബെല്ലാരി എന്നും പറയുന്ന പോലെ ഹല്ലൂർ, കർണാടക. സംഗനകല്ല്, ബ്രഹ്മഗിരി നമുക്ക് കിട്ടും, ബ്രഹ്മഗിരി കുന്ന്. മാസ്കി നമ്മൾ ഏതോ ഒരു ഫെസ്റ്റിവലിലായിട്ടും പഠിക്കുന്നുണ്ട്, കർണാടക മാസ്കി. പിക്ലി ഹല്ലൂർ. അപ്പോൾ ഇത് ഓർമ്മിച്ചു. ഈ സൈറ്റുകളെല്ലാം കാണുമ്പോൾ എളുപ്പമാണെങ്കിലും ഇത് എക്സാമിന് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് നിയോലിത്തിക് ആണോ പാലിയോലിത്തിക് ആണോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. UP അലഹബാദ്, റൈസിൻ്റെ കൾട്ടിവേഷൻ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ആന്ധ്രാപ്രദേശ് ബുഡിഹാൽ, ഉത്തനൂർ, നാഗാർജുനക്കൊണ്ട. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ കുറച്ച് കാര്യങ്ങൾ, 3 നദികൾക്ക് ആ ഭാഗത്തുള്ള ബുഡിഹാൽ, ഉത്തനൂർ, നാഗാർജുനക്കൊണ്ട. നാഗാർജുനൊക്കെ നമുക്ക് എങ്ങനെയും കയറ്റി കത്തും, ആന്ധ്രാപ്രദേശാണ്. അടുത്ത ഉത്തനൂറും ബുദിഹാലും. തമിഴ്നാട് പയ്യമ്പള്ളി ആൻഡ് കാവേരി. നേരത്തെ പറഞ്ഞ ബേലൻ വാലി UP ഭാഗത്ത്. അവിടെ നിന്നാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് റൈസ്. കോൾഡിവ ആൻഡ് മകര. കാസി-ഗാരോ ജയന്തിൻ്റെ മേഘാലയയിലെ ഗാരോ ഹിൽസ്. ദാവുജലി ഹേഡിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാവുജലി ഹേഡിങ് എന്ന് പറയുന്നത് ആസാം, നോർത്ത് ഈസ്റ്റിലെ ആസാമിൽ ദാവുജാലി ഹൈഡിങ്. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ജഡൈറ്റ് സ്റ്റോൺ. ജഡൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പച്ച കളർ, നമ്മളെ മരതകം പോലെയൊക്കെ കാണാനുള്ള ഒരു പച്ച കളർ കല്ല്. അതായത് മരതകം എമറാൾഡ്, അതേപോലത്തെ ജഡൈറ്റ് സ്റ്റോൺ. അത് കിട്ടിയത് ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ളതാണ്. ദാവുജാലി ഹേഡിങ്, ആസാം. അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. തുർക്കിയിലെ കാറ്റൽ ഹുയൂക്ക്, അതായത് ഇപ്പം കാണിക്കുന്ന സിറ്റികൾ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ ഒരു രൂപം, അതായത് പ്രോട്ടോ സിറ്റി എന്ന് പറയും. നേരത്തെ ഹിസ്റ്ററിൻ്റെയും പ്രീ ഹിസ്റ്ററിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞു. അതുപോലെ ഒരു പ്രോട്ടോ സിറ്റി, മനുഷ്യൻ്റെ ആദ്യത്തെ പ്രോട്ടോ സിറ്റി ആയിട്ട് പറയുന്നത് തുർക്കിയിലെ കറ്റൽ ഹുയൂക്ക്. അതാണ് പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റ്സ്. ഒന്നും കൂടെ ജസ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ഭാഗത്തിൽ മെഹർഗർ, അവിടുത്തെ ഇമ്പോർട്ടൻ്റ് വീറ്റ് അഥവാ കോട്ടൺ. കാശ്മീർ വാലിയിലെ ബുർസാഹോമും ഗുഫ്ക്രലും. ബുർസാഹോം ബി, ബൗബൗ ഡോഗ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ. പിറ്റ്സിൽ ലേക്കിൻ്റെ സൈഡിലെ പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴിയിൽ താമസിക്കുന്നു. മെഹർഗറിൽ വീടിൻ്റെ മാതൃക. ഗുഫ്ക്രൽ അറിയപ്പെടുന്നത് പോട്ടേഴ്സിൻ്റെ ഗുഹ, കേവ് ഓഫ് പോട്ടേഴ്സ്, ശ്രീനഗർ ഭാഗത്ത്. ബീഹാറിൽ ചിരാന്തിൻ്റെ പ്രത്യേകത കല്ല് പോലെ തന്നെ ബോൺസ് ടൂളായിട്ട് ഉപയോഗിക്കുന്നു. കർണാടകയിലെ 3-4 സ്ഥലം സാഗനകല്ലു, ബ്രഹ്മഗിരി, മാസ്കി, പിക്ലി ഹല്ലൂർ മില്ലറ്റ് കൾട്ടിവേഷൻ. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ പോലത്തെ, അതാണ് ഹല്ലൂർ. അലഹബാദ് റൈസ്. ബേലൻ വാലി
ഡൊമസ്റ്റിക്കേഷൻ ഓഫ് റൈസ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് റൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലായ? അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നെല്ല് കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷീൻ്റെ ഒരു രൂപം. ബേലൻ വാലി, ഗാരോ ഹിൽസ് ഇമ്പോർട്ടൻ്റ്. അടുത്തത് ആസാമിൽ ജഡൈറ്റ് സ്റ്റോൺ, പച്ച കളറുള്ള കല്ലുകൾ, ഡാവോജാലി ഹേഡി. അപ്പോൾ ഇവിടെ പാലിയോലിത്തിക് കഴിഞ്ഞു. അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ചാൽക്കോലിത്തിക്, അതായത് കല്ല്, അതിന് ശേഷം കോപ്പർ ശേഷം ബ്രോൺസ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ബ്രോൺസ് കോപ്പർ ഏജ് ആണ്. കോപ്പറിൻ്റെ പേരാണ് ചാക്കോലിത്തിക്, ഇതന്നെ ചാൽക്കോലിത്തിക് ഏജ്. ആദ്യത്തെ പോയിന്റ്, കോപ്പർ എന്താണ്, എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച മെറ്റലാണ് കോപ്പർ. ഇതിന് ശേഷമുള്ള ആ പീരീഡാണ് ചാൽക്കോലിത്തിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇത് ഇന്ത്യൻ്റെ മാപ്പാണ്. ഇത് ഗുജറാത്ത്, ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ കോപ്പർ മൈൻസ് ഉള്ളത്. രാജസ്ഥാനിലെ ഖേത്രി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ പിന്നെ ഓരോ മെറ്റൽസിൻ്റെയും എവിടെ നിന്നാണ് മൈൻ ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാനുണ്ട്. ഈ ഒരു ഭാഗം പറയുന്നത് പോലെ ഖേത്രി മൈൻസ് രാജസ്ഥാൻ, മലജ്കണ്ട് മധ്യപ്രദേശ്, കോപ്പർ മൈൻസ് പ്രധാനപ്പെട്ട. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതെല്ലാം നോക്കാം. സൗത്ത് ഈസ്റ്റ് രാജസ്ഥാനിൽ അഹർ ആൻഡ് ഗിലുണ്ട്, ബാനസ് നദിക്കരയിൽ അഹർ ആൻഡ് ഗിലുണ്ട്. അടുത്തത് ചിരാന്ത് നേരത്തെ എവിടെയാണ് കേട്ടത്? ബീഹാറിൽ, ഈസ്റ്റേൺ ഇന്ത്യയിൽ ബീഹാറിൽ ഗംഗാ നദിക്ക് അരികിൽ ചിരാന്ത്. ബുർദ്വാൻ ഡിസ്ട്രിക്റ്റിൽ മിഡ്നാപൂർ ഡിസ്ട്രിക്ട്. മധ്യപ്രദേശിലെ മാൽവ ഇമ്പോർട്ടൻ്റ് ആണ്. നർമ്മദാ നദിക്ക് അരികിൽ മാൽവ എന്തുണ്ട് അവിടെ? മാൽവ കൾച്ചർ ഉണ്ട്, അത് മധ്യപ്രദേശിലാണ്. കയാത്ത ഇറാൻ, ഗണേശ്വർ രാജസ്ഥാൻ. അപ്പോൾ ഇവിടുത്തെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാലിയോലിത്തിക്കിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ, അതായത് ചാൽക്കോലിത്തിക്കിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? ടൂൾസ് മെയ്ഡ് ഓഫ് കോപ്പർ ഒബ്റ്റെയിൻഡ്. എക്സ്കവേഷൻ നടത്തുമ്പോൾ ടൂൾസിൽ കോപ്പർ മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുതിയൊരു പീരീഡായി ചാൽക്കോലിത്തിക്ക്. മഹാരാഷ്ട്രയിലെ ജോർവ ആദ്യത്തെ, പർവാര, ഗോദാവരി, സ്വാൽഡ, താപ്തി. ജസ്റ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചാൽക്കോലിത്തിക് കൾച്ചറുകൾ. അപ്പോൾ ഇവിടെ കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സിവിലൈസേഷൻ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ജോർവ ട്രഡീഷൻ, ഈ ഒരു ഏരിയ മാത്രം എവിടെയാണെന്ന് ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. മാൽവ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം. അഹർ, ഗണേശ്വർ, ഓച്ചറെ കളർ പോട്ടറി. ഇതാണ് നമുക്കിനി പഠിക്കാനുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഹാരപ്പ, ജോർവ, മാൽവ. അപ്പോൾ ഈ കൾച്ചറിനൊക്കെ ഈ പേര് വരുന്നത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച സൈറ്റ് ഏതാണോ അതാണ് അതിൻ്റെ പേരായിട്ട്. ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദിക്ക് തട സംസ്കാരം, അതിൻ്റെ പേര് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്തുകൊണ്ടാണ്? ആദ്യം അതായത് ആദ്യം കണ്ടെത്തിയ സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പൻ സിറ്റിയാണ്. അതുകൊണ്ട് ആ സിവിലൈസേഷൻ്റെ പേര് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇവിടെ അതുപോലെ തന്നെ ജോർവെ, മാൽവ, കയാത്ത. അപ്പോൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഇത് ഏർലി ഹാരപ്പൻ. ഇനി ഇത് കഴിഞ്ഞ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്തായി? ഈ ഇവിടുന്ന് കിട്ടിയ കോപ്പർ, ഈ ഒരു ഏരിയയിലെ കോപ്പറും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഭാഗത്തെ ടിന്നും കൂടെ ചേർന്നിട്ട് ബ്രോൺസ് ആയി. ഇവിടെയാണ് ബ്രോൺസ് സിവിലൈസേഷൻ. ചാൽക്കോലിത്തിക് ഏജ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇതാണ് നേരത്തെ പറഞ്ഞ പോട്ടറി, ബ്ലാക്ക് ആൻഡ് റെഡ്. ഇത് ഓച്ചറെ കളേർഡ് പോട്ടറി. ഇത് ചില ടഫ് പേപ്പർ ആണെങ്കിൽ ഇത് ചോദിക്കും. OCP എന്ന് പറയുന്നത് ഓച്ചറെ കളേർഡ് പോട്ടറി. പ്രധാനപ്പെട്ട സൈറ്റ്സ് ഓരോ കൾച്ചറിൻ്റെയും കീഴിലുള്ള. ജോർവേ ആണെങ്കിൽ നെവാസ, ഏറ്റവും വലിയ ജോർവേ സൈറ്റ്. അതായത് ജോർവേ എന്ന് പറയുന്നതാണ് കൾച്ചർ. അതിൽ ഏറ്റവും വലിയ സൈറ്റ് ദൈമാബാദ്, ചന്ദോളി, ഇനാംഗാവ്, നാസിക്, നൗ ദാത്തോളി. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ബെറിയൽ ഹാബിറ്റിനെ പറ്റി പറയുന്നുണ്ട്. UN, അതായത് ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, ബ്രിക്സ് ബേൺഡ് ചെയ്ത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു പിറ്റ്സിലും ഹൗസസിൻ്റെ ഒക്കെ മാതൃകയുണ്ട്, പക്ഷേ എന്തില്ല, ബ്രിക്സ് ബേൺ ചെയ്ത് ഉറപ്പിക്കുന്നില്ല. ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി, OCP അഥവാ ഓച്ചറെ കളേർഡ് പോട്ടറി.
ഇതാണ് മെയിനായിട്ട് നിയോലിത്തിക്. അപ്പോൾ ഈ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓരോ സൈറ്റ് ഏത് പീരീഡിൽ ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ്. ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഹിസ്റ്ററി എന്ന് പറയുന്നത് ആൻഷ്യൻറ്റ്, മെഡീവിയൽ, മോഡേൺ ഓരോന്നും പറഞ്ഞു. ആൻഷ്യൻ്റിൽ നിന്ന് ഇസ്ലാമിക് ഇൻവേഷൻ നടക്കുന്നു, ആൻഷ്യൻറ്റിൽ ഇസ്ലാമിക് ഇൻവേഷൻ നടക്കുന്നു, മെഡീവിയൽ പീരീഡ്, യൂറോപ്യൻസും ബ്രിട്ടീഷേഴ്സും വരുന്നു, മോഡേൺ. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. റിട്ടേൺ ടെസ്റ്റ് ഇല്ലാത്ത ആർക്കിയോളജിക്കൽ എവിഡൻസ് യൂസ് ചെയ്യുന്നതിന് പ്രീ ഹിസ്റ്ററി എന്ന് പറയും. റിട്ടേൺ എവിഡൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് പ്രോട്ടോ ഹിസ്റ്ററി. പ്രീ ഹിസ്റ്ററിയിൽ സ്റ്റോൺ ഏജും ഉണ്ട്, കോപ്പർ ഏജും ഉണ്ട്. അതിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നോക്കി. സ്റ്റോൺ ഏജിനെ 3ആയിട്ട് തിരിച്ചു: പാലിയോ, മീസോ, നിയോ. ഇവിടെ നോക്കിയാൽ പാലിയോ, മീസോ, നിയോലിത്തിക്. ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ് പറഞ്ഞു. അങ്ങ് 5 ലക്ഷം BC മുതൽ 10,000 BC വരെ പാലിയോലിത്തിക്. എക്സാമിൽ പഠിക്കേണ്ടത് 12 to 10 BC വരെ മീസോലിത്തിക്, 1000 BC വരെ, അതിനുശേഷം നിയോലിത്തിക്. ജസ്റ്റ് BC എന്താണെന്ന് പറഞ്ഞു. 3 പാലിയോ, മീസോ, നിയോൽ. ആദ്യത്തെ പാലിയോ, ഒന്നാമത്തത്. അത് ഓൾഡ് ലിത്തിക് സ്റ്റോൺ. 3ആയിട്ട് തരംതിരിക്കുന്നത് പാലിയോലിത്തിക്കിന്. ലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോണ്, ലോവർ പാലിയോ, മിഡിൽ പാലിയോ, അപ്പർ പാലിയോ. 50,000 വരെ ലോവർ പാലിയോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട സൈറ്റുകൾ സോയൻ വാലി, ബേലൻ വാലി, ഹൂനാസാഗി, പഹൽഗാം. പാറ്റ്നയിൽ ഈയിൽ എൻഡ് ചെയ്യുമ്പോൾ അത് മഹാരാഷ്ട്രയിലാണ്. അവിടുത്തെ പ്രത്യേകത ഓസ്ട്രിച്ച്. എന്ന് പറയുന്നത് ഓസ്ട്രിച്ചിൻ്റെ എവിഡൻസ് കിട്ടിയത്. അടുത്തത് ഇവിടെ ഉരുളൻ കല്ലുകളൊക്കെ അങ്ങനെ ഉപയോഗിച്ചു 50,000 BC വരെ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ മൂർച്ചയുള്ള, കുറച്ചും കൂടെ മൊനയുള്ള ഫ്ലേക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. മിഡിൽ പാലിയോലിത്തിക് എന്നാണ് ആ പീരീഡിനെ പറയുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ടത് ഹണ്ടിങ്ങും ഫുഡും. അവർ താമസിക്കുന്നത് ഗുഹകളിൽ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്? ഹോമോ സാപ്പിയൻസിൻ്റെ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. അതായത് ഐസ് ഏജിൽ, പ്ലേസ്റ്റോസീൻ ഫേസിൽ 10,000 BC വരെയുള്ള പീരീഡാണ് പാലിയോലിത്തിക്. മോഡേൺ മാൻ അഥവാ അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ്. പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ഭീംബേട്ക ഒരുപാട് പീരീഡിൽ സൈറ്റായിട്ട് വരുന്നുണ്ട്. അടുത്തതാണ് മിഡിൽ ലിത്തിക് സ്റ്റോൺ അഥവാ മീസോലിത്തിക്. ഇവിടത്തേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം, ആ ഐസ് ഏജിന് ശേഷം ഫ്ലോറ ആൻഡ് ഫോണയിൽ വ്യത്യാസം വരുന്നു. പ്രധാനപ്പെട്ട സൈറ്റുകൾ ലംഗൻ ആജ് ഗുജറാത്ത്, ഭീംബേട്ക മധ്യപ്രദേശ് പറഞ്ഞു, ഉത്തർപ്രദേശിലെ ചോപ്പാനി മണ്ടോ, ബാഗോർ രാജസ്ഥാൻ, കർണാടകയിൽ സങ്കനകല്ലു, തൂത്തിക്കോൺ. മീസോലിത്തിക്കിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? പാലിയോലിത്തിക്കിൻ്റെ കുറച്ച് 3 പറഞ്ഞു. അതിനുശേഷം മീസോലിത്തിക്, മിഡിൽ ലിത്തിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് വളർത്താൻ വേണ്ടി തുടങ്ങി. കല്ലുകളുടെയൊക്കെ വലിപ്പം കുറയാൻ തുടങ്ങി. അതാണ് മൈക്രോലിത്ത് അഥവാ സ്മോൾ സ്റ്റോൺ. മൈക്രോലിത്സിൻ്റെ യൂസാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസമായിട്ട് പറയുന്നത് മീസോലിത്തിക്കിൽ. അതുപോലെ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേഷൻ വേണ്ടി തുടങ്ങി. അടുത്തതാണ് നിയോലിത്തിക്കിൽ. അപ്പം ഇതുവരെ പറഞ്ഞ പാലിയോലിത്തിക്കിലും മീസോലിത്തിക്കിലും എന്തില്ല? അവർ ഹണ്ടേഴ്സാണ്. അവർ പോകുന്നു, രാവിലെ എണീക്കുന്നു, ഹണ്ട് ചെയ്യുന്നു, പിടിക്കുന്നു, കഴിക്കുന്നു, കിടക്കുന്നു. ഇവിടെ വരുമ്പോൾ എന്തായി? ഓരോരാളും അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇവിടുത്തെ വ്യത്യാസം. നിയോലിത്തിക്, ന്യൂ സ്റ്റോണിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം, ടൈം പീരീഡ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ, അപ്പോൾ ഇതൊരു കണക്ട് ചെയ്ത് പഠിക്കുക. നിയോലിത്തിക് ന്യൂ സ്റ്റോണിലെത്തുമ്പോൾ അഗ്രികൾച്ചർ തുടങ്ങി. അപ്പോൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അപ്പോൾ പോട്രി തുടങ്ങി. അവിടുത്തെ പോട്രി ബ്ലാക്ക് ആൻഡ് റെഡ് പോട്രി. പ്രധാനപ്പെട്ട സൈറ്റുകൾ നിയോലിത്തിക് സൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെഹർഗർ, ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ ഭാഗം. അവിടുത്തെ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? വീറ്റ് അഥവാ കോട്ടൺ, അതിൻ്റെ കൃഷി. മെഹർഗർ കൃഷി എന്നല്ല, വീറ്റും കോട്ടണും കിട്ടി. കാശ്മീരിലെ 2 സ്ഥലങ്ങൾ ബുർസാഹോമും ഗുഫ്കറിലും. ബുർസാഹോം ഡോഗ്, ഗുഫ്കറൽ കേവ് ഓഫ് പോട്ടേഴ്സ്. നേരത്തെ പറഞ്ഞ ബീഹാറിൽ ചിരാന്ത്, അവിടുത്തെ പ്രത്യേകത ബോൺ ടൂൾസ്. കർണാടകയിലെ ഹല്ലൂർ മില്ലറ്റ് കൾട്ടിവേഷൻ. UP അലഹബാദ്. ആന്ധ്രയിലെ കാര്യങ്ങൾ
പയ്യമ്പള്ളി കാവേരി, പയ്യമ്പള്ളി ഒന്ന് നോട്ട് ചെയ്യണം. പയ്യമ്പള്ളി തമിഴ്നാടിലെ നിയോലിത്തിക്. ബേലൻ വാലി. പിന്നെ അടുത്തത് ദാവുജോലി ഹൈഡിങ്. എന്താ ഇവിടുത്തെ പ്രത്യേകത? ആസാമിൽ ജഡൈറ്റ് സ്റ്റോൺ, പച്ച കളറിലെ എമറാൾഡ് പോലെ കാണാനുള്ള ജഡൈറ്റ് സ്റ്റോൺ കിട്ടിയത് ഇവിടെ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ ഹ്യൂമൻ പ്രോട്ടോ സിറ്റീസ്. സിറ്റികൾ, പണ്ടത്തെ സിറ്റിയും ഇപ്പോഴത്തെ സിറ്റീൻ്റെ ഇടയിലുള്ള ഒരു പ്രോട്ടോ സിറ്റി ആയിട്ട് ആദ്യമായിട്ട് കണ്ടെത്തിയത് കാറ്റൽ ഹൊയൂക്ക്, അത് തുർക്കിയിലാണ്. അപ്പോൾ സ്റ്റോൺ, കല്ലുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞു. അടുത്തത് കല്ലിന് ശേഷം ആദ്യമായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ, അത് ടൂളിന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു പ്രധാനപ്പെട്ട കോപ്പർ മൈൻസ് ഉള്ളത് ഇന്ത്യയിലെ രാജസ്ഥാനിലെ കേത്രിയും മധ്യപ്രദേശിലെ മലജ്കണ്ട് ഭാഗത്താണ്. അവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട കൾച്ചറുകൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. കോപ്പർ അഥവാ അതിൻ്റെ മറ്റൊരു പേര് ചാൽക്കോലിത്തിക്. അഹർ ആൻഡ് ഗിലുണ്ട്, ചിരാന്ത് നേരത്തെ പറഞ്ഞ ബീഹാർ ഭാഗം, ബുർദ്വാൻ, മാൽവ ഇമ്പോർട്ടൻ്റ്, ടൂൾസ് മെയ്ഡ് ഓഫ് കോപ്പർ. മഹാരാഷ്ട്രേൻ്റെ ഭാഗത്ത് ജോർവേ, സ്വാൽഡ. ജസ്റ്റ് ഒരു ഫിഗർ, ജോർവേ എവിടെയുള്ളതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ. ജോർവേ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം മനസ്സിൽ വരണം. മാൽവ എന്ന് പറയുമ്പോൾ അതിൻ്റെ മേലത്തെ ഭാഗവും മനസ്സിൽ വരണം. ജോർവേ കൾച്ചറിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട സൈറ്റുകൾ നെവാസ, ദൈമാബാദ്, ഇൻമഗോൺ. ഇവിടുത്തെ ബെറിയൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ക്വസ്റ്റ്യനിലുണ്ട്. URN OCP, ഓച്ചറെ കളേർഡ് പോട്രി, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പം കഴിഞ്ഞത്. കുറച്ച് NCERT ക്വസ്റ്റ്യൻസ്. പാലിയോലിത്തിക് ഫേസ് ഓഫ് കൾച്ചറൽ ഇവല്യൂഷൻ ഓഫ് മാൻ ഈസ് ഓൾസോ റെഫേർഡ് ആസ്. അതായത് പാലിയോലിത്തിക്കിൻ്റെ ആ ഫേസിന് എന്തായിട്ടാണ് പറയുന്നത്? ആൻസർ നോക്കാം. ഓൾഡ് സ്റ്റോൺ ഏജ് അഥവാ ഐസ് ഏജ്. നമ്മൾ മീസോലിത്തിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോറ ആൻഡ് ഫോണ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി, ഐസ് ഏജിൻ്റെ എൻഡായി പാലിയോലിത്തിക്കിൽ. അപ്പോൾ അതാണ് ഓൾഡ് സ്റ്റോൺ ഏജ്. പാലിയോ എന്ന് പറയുമ്പോൾ ഓൾഡ്, ലിത്ത് എന്ന് പറയുമ്പോൾ സ്റ്റോണ്. അപ്പോൾ ഐസ് ഏജിൻ്റെ അവസാനത്തെ ഫേസ്. അടുത്തത് പ്രീ ഹിസ്റ്ററിയിൽ 3 മേജർ ടൂൾ ടൈപ്സ്, ഹാൻഡ് ആക്സ്, ചോപ്പർ, സാൻഡ് ഫ്ലേക്ക്. ഇത് NCERTൻ്റെ ആണ്, പക്ക SSCയിലല്ല. പക്ഷേ ഒരു അഡ്വാൻസ് ലെവലിലൊക്കെ ഈ NCERTൻ്റെ ടോപ്പിക്ക് നോക്കുന്നത് നന്നായിരിക്കും. With reference to prehistory, the 3 major tool types, hand axes, choppers and flake implements are associated with which phase? Paleolithic. നമ്മൾ പറഞ്ഞു പ്രീ ഹിസ്റ്ററി പീരീഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അടുത്തത് ഇതിലിപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ല ഇമ്പോർട്ടൻ്റ്, നമ്മളിപ്പോൾ പഠിച്ചൊരു ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഒരുപാട് സൈറ്റുകൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുക എങ്ങനെയാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ലോവർ പാലിയോലിത്തിക്? പാലിയോലിത്തിക്ക് 3 ഉണ്ട് എന്ന് പറഞ്ഞു. ഏർലി അഥവാ ലോവർ പാലിയോലിത്തിക്കുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? അപ്പോൾ ഇവിടുന്ന് നമുക്ക് സോയൻ വേലി, ഭീംബേഡ്ക, ദിദ്വാന, ഇത് 3 എന്താണ്? ലോവർ പാലിയോലിത്തിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സരായ് നെഹറായി ലോവർ പാലിയോലിത്തിക്കുമായി ബന്ധമുള്ളതല്ല, അത് മീസോലിത്തിക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. പാലിയോലിത്തും മീസോലിത്തിക്കും തമ്മിലുള്ള സൈറ്റ്സിനെ ഒരു ടേബിളായിട്ട് എഴുതി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്യാൻ പറ്റും. സോയൻ വാലി പഞ്ചാബ് ഭാഗം, ഏർലിയസ്റ്റ് ഡിസ്കവേർഡ് ലോവർ പാലിയോലിത്തിക് സൈറ്റ് പാകിസ്ഥാൻ്റെ ഭാഗം. അടുത്തത് ദിദ്വാന രാജസ്ഥാൻ, ഭീംബേഡ്ക മധ്യപ്രദേശ്. കുർണൂൾ കേവ്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിത്ത് റെഫറൻസ് ടു പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് ഓഫ് കുർണൂൾ കേവ്സ് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? Kurnool caves located in Andhra Pradesh belongs to Paleolithic phase of early history of South India. People belonging to this site were acquainted with the knowledge of fire. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിങ്ങനെ മറ്റേത് ഓർത്തെടുക്കാൻ പറ്റണം. ഫയർ ഉണ്ടാക്കിയത് ഏകദേശം ഏത് സമയത്താണ്? ഹോമോ ഇറക്റ്റസിൻ്റെ സമയത്താണ്. പാലിയോലിത്തിക് പറയുന്നത് ഹോമോ സാപ്പിയൻസിൻ്റെ സമയത്താണ്.
അപ്പോൾ അവിടത്തേക്ക് എന്താണ് ഫയർ ഉണ്ട്, ഫയർ അക്വൈൻറ്റഡ് വിത്ത് ബോത്ത് 1 and 2. Which of the Indian archaeologists first visited Bhimbetka caves, മധ്യപ്രദേശിലെ ബിംബേട്ക കേവ്സ്, ആൻഡ് ഡിസ്കവേർഡ് പ്രീ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ് ഓഫ് ഇറ്റ് റോക്ക് പെയിൻറ്റിങ്സ്. അതായത് ആ പെയിൻറ്റിങ്സ് കുറേ കാലം അവിടെ എല്ലാവരും കണ്ടു, പക്ഷേ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു ആർക്കിയോളജിസ്റ്റ് അവിടെ വരുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ആൻസർ വക്കാൻകർ. V.S. Wakankar first visited Bhimbetka caves and discovered prehistoric significance of its paintings. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ബിംബേട്ക മധ്യപ്രദേശിലാണ്. അത് ഡിസ്കവർ ചെയ്ത ആർക്കിയോളജിസ്റ്റിൻ്റെ പേര് വക്കാൻകർ. ഈ W ഓർമ്മിച്ചാൽ മതി. ബിംബേട്ക വക്കാൻകർ. With reference to the cultural phase of lower Paleolithic, which of the following statements are incorrect? ആൻസർ ഓൺലി 3 ആണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണെന്ന് അർത്ഥം. ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് പറയുന്നത് ലോവർ പാലിയോലിത്തിക് അഥവാ ഏർലി പാലിയോലിത്തിക്. ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഗ്ലേഷിയേഷൻ ആൻഡ് കവേർഡ് ഗ്രേറ്റർ പാർട്ട് ഓഫ് ഐസേജ്. ശരിയാണ്. ഡ്യൂറിങ് ദിസ് ഫേസ് നമ്മൾ പറഞ്ഞത് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴാണ് ഐസേജ് മാറി മീസോലിത്തിക്കിൽ എത്തുമ്പോഴേക്ക് ഫ്ലോറ ആൻഡ് ഫോണ റെഫർ ചെയ്തു. ഡ്യൂറിങ് ദിസ് ഫേസ് റോക്ക് ഷെൽട്ടേഴ്സ് സെർവ്ഡ് ആസ് എ സീസണൽ ക്യാമ്പ്സ് ഫോർ ഹ്യൂമൻ ബീങ്സ്. കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയല്ല പഠിച്ചത്. നമ്മൾ പറഞ്ഞത് അടുത്തൊരു ഫേസിലേക്ക് എത്തുമ്പോഴാണ് പിറ്റ്സ്, അതായത് നദീൻ്റെ കരയിൽ പിറ്റ്സിലേക്കൂടിയും അഥവാ വീടിൻ്റെ മാതൃകയൊക്കെ വരുന്നത്. അപ്പോൾ പാലിയോലിത്തിക് ഫേസിൽ ഏർലി പാലിയോലിത്തിക്കിൽ റോക്ക് ഷെൽട്ടേഴ്സ്. കൾച്ചറൽ ഫേസ് ഓഫ് ലോവർ പാലിയോലിത്തിക് ഇൻ ഇന്ത്യ ഈസ് ഡൊമസ്റ്റിക്കേഷൻ. ഇവിടെ പറയുന്നത് എന്താ? കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ്, കൃഷി ഇല്ല. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അത് തെറ്റാണ്. അത് മീസോലിത്തിക്കിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോസാപ്പിയൻസ് മോഡേൺ മാനായിട്ടുള്ള ഹോമോസാപ്പിയൻസ് ഏത് ഫേസിലാണ് എമർജ് ചെയ്യുന്നത്? അപ്പർ പാലിയോലിത്തിക്. അപ്പോൾ നമ്മളിത് പാലിയോലിത്തിക്, ഇതൊന്നും കൂടെ ഓർമ്മയില്ലാത്തവർക്ക് പാലിയോലിത്തിക്കിനെ 3ആയിട്ട് തിരിക്കുന്നത് ലോവർ അഥവാ ഏർലി, പിന്നെ മിഡിൽ, അപ്പർ. അപ്പോൾ നമ്മൾ ഈ അപ്പറിലായിരുന്നു എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹോമോസാപ്പിയൻസ് മോഡേൺ മാൻ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിയോലിത്തിക് എന്ന് വരും. കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതുപോലെ അപ്പർ പാലിയോലിത്തിക്കിലാണ് ഹോമോസാപ്പിയൻസ് വരുന്നത്. അടുത്ത് പ്രീ ഹിസ്റ്റോറിക് ആർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്? ഏർലി മെൻ പ്രാക്ടീസ്ഡ് റോക്ക് പെയിൻറ്റിങ്സ് വിച്ച് ഡെപ്പിക്റ്റഡ് ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഓഫ് ഹണ്ടിങ്, ഗാദറിങ്, എക്കണോമി. അതെ, ഒന്നുമില്ല, സിമ്പിളാണ്. റോക്ക് പെയിൻറ്റിങ്ങിൽ എന്തുണ്ട്? ഹണ്ടിങ്ങും ഗാദറിങ്. അപ്പോൾ ഇത് ശരിയാണ്. ആ ക്വസ്റ്റ്യൻ്റെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഭീംബേട്ക സിറ്റുവേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. അവിടെ പോയി. ഭീംബേട്ക മധ്യപ്രദേശിലാണ്. ഭീംബേട്ക സിറ്റുവേറ്റഡ് ഇൻ മഹാരാഷ്ട്ര കണ്ടെയ്ൻസ് മോർ ദാൻ 500 പെയിൻറ്റിങ്സ്. അപ്പോൾ ആൻസർ എ, ഒന്നാമത്തെ മാത്രം ശരി. തെറ്റാൻ കാരണം ഭീംബേട്ക മധ്യപ്രദേശിലാണ്. ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പാലിയോലിത്തിക്കിൽ, മീസോലിത്തിക്കിൽ ഒക്കെ പെയിൻറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ഹണ്ടേഴ്സും ഫുഡ് ഗാദേഴ്സുമാണ്. ഭീംബേട്ക മധ്യപ്രദേശിലാണ്. 500-ലധികം റോക്ക് ഷെൽട്ടേഴ്സ് പെയിൻറ്റിങ്സ് ഉണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു കൾച്ചറൽ ഫേസ് ഓഫ് അപ്പർ പാലിയോലിത്തിക് ഇൻ ഇന്ത്യ. It coincided with the last phase of Ice Age when climate became comparatively warm. അതായത് ഐസ് ഏജുമായിട്ട് ചേർന്നത് അപ്പർ പാലിയോലിത്തിക്. അതായത് പാലിയോലിത്തിക്കിനെ 3ആയി തിരിക്കുന്നത് ലോവർ, മിഡിൽ, അപ്പർ. അപ്പോൾ കറക്റ്റ് അപ്പറിലാണ് ഐസ് ഏജുമായിട്ട് കോയിൻസ്. അപ്പോൾ ഈ ഐസ് ഏജുമായിട്ടുള്ള പോയിന്റ് കുറേ ക്വസ്റ്റ്യനായി. കേവ്സ് ആൻഡ് റോക്ക് ഷെൽട്ടേഴ്സ് used by early human beings in upper Paleolithic phase have been discovered at Bhimbetka, Madhya Pradesh. അതും കറക്റ്റാണ്. Most of the sites belonging to the upper Paleolithic phase have been discovered in alluvial plains of Indus and Ganga. Answer upper Paleolithically അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദി, സിന്ധു നദിയൊക്കെ ഒഴുകുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ അവശാദങ്ങൾ കൊണ്ടുവരുന്നുണ്ടാക്കുന്ന ആ പ്ലെയിൻ, സമതലം, അതാണ് അലൂവിയൽ പ്ലെയിൻസ് ഓഫ് ഇൻഡസ് ആൻഡ് ഗംഗ. അവിടെ ആബ്സെൻ്റ് ആണ്. പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ്
കൺസിഡർ ദ ഫോളോയിങ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് വിച്ച് അമംഗ് ദ ഗിവൺ സൈറ്റ്സ് വർ അസോസിയേറ്റഡ് വിത്ത് മീസോലിത്തിക്. മീസോലിത്തിക്കിൽ ഉള്ളത് ആൻസർ എ 1 and 2 ആണ് ആൻസർ. 1 and 2. ബിർബാൻപൂർ, തിരുനെൽവേലി, തമിഴ്നാട്. Which among the following changes in Mesolithic paved the way for formation of civilization in later phase? Climate become warm and dry. അതായത് അപ്പർ പാലിയോലിത്തിക്കിൽ ഐസ് ഏജ് ഒക്കെ കഴിഞ്ഞ് ഫ്ലോറ ആൻഡ് ഫോണ ഫ്ലറിഷ് ചെയ്യുന്നു. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ ചെടികൾ, മൃഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അത് കറക്റ്റാണ്. മീസോലിത്തിക്കിൽ എത്തുമ്പോഴേക്ക് ക്ലൈമറ്റ് വാമായി. രണ്ടാമത്തെ പോയിന്റ്, പീപ്പിൾ സ്റ്റാർട്ടഡ് ഫിഷിംഗ് ആൻഡ് ഫുഡ് ഗാദറിങ്. പീപ്പിൾ സ്റ്റാർട്ടഡ് ഫുഡ് ഗാദറിങ്. അപ്പോൾ ഫുഡ് ഗാദറിങ് ഒക്കെ മീസോലിത്തിക്കിന് മുന്നേ ഉണ്ട്. ഫുഡ് ഗാദറിങ് പണ്ടേ ഉണ്ട്. നമ്മൾ കൃഷിയാണ് പിന്നെ തുടങ്ങുന്നത്. ഫുഡ് ഗാദർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ട് ചെയ്യുന്നത് പോലെ ഫുഡ് ഗാദർ ചെയ്യുക. അടുത്തത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ആ കറക്റ്റ്. മീസോലിത്തിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ആനിമൽസിനെ ഡൊമസ്റ്റിക്കേഷൻ നടത്തിയെന്നുള്ളത്, വളർത്താൻ തുടങ്ങി. അപ്പോൾ 1 ഉം 3 ഉം. വിത്ത് റെഫറൻസ് ടു കൾച്ചറൽ ഫേസ് ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിത്ത് റെഫറൻസ് ടു കൾച്ചറൽ ഫേസ് ഓഫ് മീസോലിത്തിക്. മീസോലിത്തിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നു. മീസോലിത്തിക്കിൽ സ്റ്റോൺ ടൂൾസ് ഫൗണ്ട് ഡ്യൂറിങ് ദിസ് പീരീഡ് ആർ സ്മോളർ ഇൻ സൈസ്. അതായത് മൈക്രോലിത്ത്, സ്മോൾ സൈസ്. കറക്റ്റാണ്, മൈക്രോലിത്ത്. അതെന്തിൻ്റെയാണ്? മീസോലിത്തിക്കിലാണ്. പാലിയോലിത്ത് എന്ന് പറയുമ്പോഴേക്ക് കുറച്ചും കൂടെ വലുത്, ഫ്ലേക്ക് ഒക്കെ. മീസോലിത്തിക്കിൽ എത്തുമ്പോഴേക്ക് കുറച്ചും കൂടി ചെറിയ ടൂൾസ് അല്ല സ്റ്റോണ്. അടുത്തത് ഇറ്റ് ഇൻ്റർവീൻഡ് ആസ് എ ട്രഡീഷണൽ ഫേസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ സ്റ്റോണേജ്. അതായത് മീസോലിത്തിക് എന്ന് പറയുന്നത് പാലിയോലിത്തിക്കിൻ്റെയും നിയോലിത്തിക്കിൻ്റെയും ഇടയിലുള്ളതാണ്. അപ്പോൾ അത് സിമ്പിൾ കറക്റ്റാണ്. ദിസ് ഫേസ് കൾച്ചറൽ എവല്യൂഷൻ ഈസ് ഫ്ലറിഷ്ഡ് ബിറ്റ്വീൻ 18,000 to 10,000 എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചത് ഒന്നിക്ക് 10,000 to 7,000 അല്ലെങ്കിൽ 12 to 10 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പിറ്റ് ഡ്വെല്ലിംഗ്. ദ എവിഡൻസ് ഓഫ് പിറ്റ് ഡ്വെല്ലിംഗ് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം. പിറ്റ് ഡ്വെല്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതുപോലെ, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുർസാഹോം, കാശ്മീരിനടുത്തുള്ള ബുർസാഹോം. അവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോഗിൻ്റെ ഒരു കാര്യം കൂടെ. ബുർസാഹോം, പിറ്റ് ഡ്വെല്ലിംഗ്, ഡോഗ്. സ്ഥലം കാശ്മീർ വാലി. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് കണ്ടെയ്ൻസ് ഓൾ 3 phases ഓഫ് പാലിയോലിത്തിക്. അതേതെല്ലാം? പാലിയോലിത്തിക് സ്റ്റോൺ ഏജിൻ്റെ 3 എണ്ണം, ഏർലി, മിഡിൽ, ലേറ്റർ, അപ്പർ. 3 phases ഓഫ് പാലിയോലിത്തിക് ഒരേ സ്ഥലത്ത്. പാലിയോലിത്തിക്കും മീസോലിത്തിക്കും അതിനുശേഷം നിയോലിത്തിക്കും. സ്റ്റോൺ ഏജിൻ്റെ 3 കാര്യങ്ങൾ. 3 phases ഓഫ് പാലിയോലിത്തിക് ഫോളോഡ് ബൈ മീസോലിത്തിക് ആൻഡ് നിയോലിത്തിക് ഒരേ സൈറ്റിൽ കണ്ടത് എവിടെയാണ്? അതാണ് ബാലൻ വാലി. നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ഈ ബാലൻ വാലി എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിലെ ബാലൻ വാലിയാണ് ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഓഫ് ഓൾ 3 phases. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ നിയോലിത്തിക് സൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് ഹാസ് yielded considerable amount of bone implement made up of horns of deer. അതായത് ടൂളായിട്ട് ബോണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ പറഞ്ഞത് ബീഹാറിലെ ചിരാന്തിലാണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് ഗംഗ, ഗന്ധക്, ഘാഗ്ര. ഘാഗ്രയും ഗന്ധകും പോസിറ്റീവ് ഓഫ് സ്റ്റോൺ ടൂൾസ്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് മാർക്ക് ചെയ്യുക, ചിരാന്ത്, ബീഹാർ പാറ്റ്ന ഏരിയയിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ് ഈസ് ഓൾസോ നോൺ ആസ് ചാൽക്കോലിത്തിക്. ചാൽക്കോ എന്ന് പറയുന്നത് ആൻസർ സി, കോപ്പർ. ചാൽക്കോ ലിത്തിക് എന്ന് പറയുന്നത് കോപ്പർ. ചാൽക്കോ എന്ന് പറയുന്നതാണ് കോപ്പർ. ഇവിടെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ആണ് കോപ്പർ. ഏർലിയസ്റ്റ് സെറ്റിൽമെൻറ്റ്സ് ബിലോങ് ടു ദിസ് ഫേസ് ആർ സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്രേൻ്റെ വെസ്റ്റ് ഭാഗം. അടുത്തൊരു ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞ തന്നെ ആദ്യമായിട്ട് മനുഷ്യൻ യൂസ് ചെയ്ത വിച്ച് അമംഗ് ദ ഫോളോയിങ് മെറ്റൽ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ദ മാൻ? ആൻസർ കോപ്പർ. അടുത്തൊരു ക്വസ്റ്റ്യൻ,
ഈ ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ, ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്രോപ്പ്, കൃഷി ചെയ്യുന്ന, വേർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്പ്, ഏത് ക്രോപ്പാണ് യൂസ് സൗത്ത് ഇന്ത്യയിൽ ചാൽക്കോലിത്തിക് എന്ന് പറഞ്ഞാൽ കോപ്പർ. ആൻസർ റൈസ്. അപ്പോൾ പണ്ടേ നമ്മൾ റൈസ് തുടങ്ങി. ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ വേർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ്. The communities of this age founded the first large village in peninsular India. Peninsular India എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം. And cultivated far more cereals than Neolithic communities. അടുത്തൊരു ക്വസ്റ്റ്യൻ. പീപ്പിൾ ഓഫ് ചാൽക്കോലിത്തിക് ഏജ് ഡൊമസ്റ്റിക്കേറ്റഡ്, അതായത് വളർത്തുക നമ്മൾ ആവശ്യത്തിന് കണക്കായിട്ട്, ഏതൊക്കെ ആനിമൽസിനെയാണെന്നുള്ളത്. ആൻസർ ഡി ആണ്. അതായത് 1, 2, 4. കൗ, പശു, ക്യാമൽ, ഷീപ്പ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്തിനാന്ന് വെച്ചാൽ ഇത് മൂന്നും അറിയുന്നതല്ല. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോഴ്സ് നമുക്കറിയില്ല ചാൽക്കോലിത്തിക് ഫേസിലൊന്നും. പിന്നീടാണ് ഹോഴ്സ് വരുന്നത് വേദിക് പീരീഡിൽ. അതാണ് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ്റെ കാരണം. അതാണ് ഹോഴ്സ് നമുക്ക് ഈ ചാൽക്കോലിത്തിക്കിലോ പാലിയോലിത്തിക്കിലോ ഒന്നും അറിയില്ല. പിന്നീട് ഇൻഡസ് വാലിയിൽ വേദിക് കാലഘട്ടം വരുമ്പോൾ എന്നതാ horse was not known to Indians in this period and it came to be used later in the Rigvedic period. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ്. അടുത്ത SSCൻ്റെ ക്വസ്റ്റ്യൻസ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ് ഓസ്ട്രിച്ച് വേർ ഫൗണ്ട് ഇൻ ഇന്ത്യ. അതായത് ഓസ്ട്രിച്ച് ഏത് പീരീഡിലാണ് ഫൗണ്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ മഹാരാഷ്ട്രയിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാറ്റ്ന. അതായത് ബീഹാറിലെ അല്ല, PATNE വരുന്ന പാറ്റ്ന. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർലി പാലിയോലിത്തിക്. പാലിയോലിത്തിക് തന്നെ മൂന്നായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏർലി പാലിയോലിത്തിക്കിൽ നമ്മളൊരു വരുന്ന ഒരു പാറ്റ്നേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഓസ്ട്രിച്ച് എഗ്ഗിനെ പറ്റിയിട്ട് കണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ പാലിയോലിത്തിക് പീരീഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എക്സ്കവേറ്റ് ചെയ്യുമ്പം ഓസ്ട്രിച്ചിൻ്റെ മുട്ട കിട്ടി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ചെറിയ മുത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻസർ പാലിയോലിത്തിക്. അതിൻ്റെ സൈറ്റാണ് മഹാരാഷ്ട്രയിലെ പാറ്റ്ന. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഹാസ് എവിഡൻസ് ഓഫ് പിറ്റ് ഡ്വെല്ലിംഗ്. പിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കുഴി, അതിൻ്റെ മേലെ റൂഫ് ഉണ്ടാവും, എർത്ത് ആൻഡ് റൂഫിങ്. അപ്പോൾ ഈ പിറ്റ് ഡ്വെല്ലിംഗ് എവിടെയാണ്? പിറ്റ് ഡ്വെല്ലിങ്ങിൻ്റെ കൂടെ പറഞ്ഞതാണ് ഡോഗ്. ഡോഗ് എന്ന് പറയുമ്പോൾ ബൗബോ അഥവാ BU ബുർസാഹോ. ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ആണ്. ആൻസർ ബുർസാഹോം. ഇറ്റ് ഈസ് ആൻ ആർക്കിയോളജിക്കൽ സൈറ്റ് എവിഡൻസ് ഓഫ് പിറ്റ് ഡ്വെല്ലിംഗ്. അടുത്തത് തന്നെ ബുർസാഹോം ദ നിയോലിത്തിക് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. ബുർസാഹോം എവിടെയാണ്? കാശ്മീർ വാലി. ആൻസർ ജമ്മു കാശ്മീർ. ബുർസാഹോമിൽ പ്രധാനമായിട്ട് പറഞ്ഞത് പിറ്റ് ഡ്വെല്ലിങ്ങും ഡോഗും. ഓർമ്മിക്കാൻ BU. അടുത്തൊരു ക്വസ്റ്റ്യൻ. മൈക്രോലിത്സ് വർ ഡാഷ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻ. ടൂളിന് കോയിനൊന്നും ഇല്ല നേരം. സ്റ്റോൺ ടൂൾസ്. മൈക്രോലിത്സ് വർ സ്റ്റോൺ ടൂൾസ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ്. ഈ മൈക്രോലിത്ത് നമ്മൾ പഠിച്ചത് എവിടെയാണ്? മൈക്രോ എന്ന് പറയുമ്പോൾ ചെറിയ കല്ലുകൾ. അപ്പോൾ അത് എന്തിൻ്റെ പ്രത്യേകതയാണ്? മീസോലിത്തിക്, മിഡിൽ സ്റ്റോൺ ഏജിൻ്റെതാണ്. എം കണക്ട് ചെയ്യുക. മൈക്രോലിത്ത്, മീസോലിത്തിക് ഫേസ്. MTSൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാലിയോലിത്തിക് സൈറ്റ്. പാലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ്. പാലിയോലിത്തിക് സൈറ്റ് ഓഫ് ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ കുറേ 4 സൈറ്റിൻ്റെ പേര് വന്നു. ഇതിൽ ഏതാണ് പാലിയോലിത്തിക് സൈറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഹൊനാസാഗി. ഏതാണ്? കർണാടക. അതാണ് പാലിയോലിത്തിക് സൈറ്റ്. ചിരാന്ത് ബീഹാർ. ബുർസാഹോം കാശ്മീർ വാലി. മെഹർഗർ ഇതേപോലെ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ഭാഗത്ത് നിയോലിത്തിക്കാണ്. ബാക്കിയുള്ളത് മീസോലിത്ത്. ഏകദേശം സ്റ്റോണേജുമായി ബന്ധപ്പെട്ട ടോപ്പിക്കായി. അടുത്തത് ഇനി സ്റ്റോണും കോപ്പറും കഴിഞ്ഞാൽ പിന്നെ കോപ്പറും ടിന്നും കൂടെ ചേർന്നിട്ട് ഇവരെന്തുണ്ടാക്കി? ബ്രോൺസ് ഉണ്ടാക്കി. അപ്പോൾ ബ്രോൺസുമായി ബന്ധപ്പെട്ട ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് അടുത്തത്.